Liabilities of an auditor. Auditor liabilities അയാളുടെ അപ്പോയിൻമെന്റ്, അയാളുടെ nature of work, scope of work ഇവയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഉത്ഭവിക്കുന്നത്. Auditor liabilities generally liabilities may arise out of auditors errors of negligence, breach of trust, breach of duty എന്നിവയിൽ നിന്നാണ് liabilities വരുന്നത്. It may be civil liability or criminal liability. ഇതെന്താവാം? സിവിൽ liability ആവാം അല്ലെങ്കിൽ criminal liability ആവാം. If liabilities are established against an auditor, he will be held liable for damage to the client or third parties. ഒരു liability ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് ക്ലയന്റിന്റെയും തേർഡ് പാർട്ടീസിന്റെ ഡാമേജിന് ആര് ഉത്തരവാദിയായിരിക്കും? ഓഡിറ്റർ ഉത്തരവാദിയായിരിക്കും. Further, he has to face criminal proceeding against auditors. ഓഡിറ്റേഴ്സിനെതിരായിട്ടുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സിനും നടപടിക്കും എന്താണ് വിധേയമാകേണ്ടി വരും. അതുകൊണ്ട് തന്നെ the auditor has to exercise reasonable care, skill and caution in the performance of his audit. ഓഡിറ്റ് വർക്ക് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാം. Liabilities of auditor എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 2 types ആയിട്ടാണ്. അണ്ടർ സ്റ്റാറ്റ്യൂട്ട്സ്, അണ്ടർ കോമൺ ലോ. അണ്ടർ സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്ന ലയബിലിറ്റീസ് കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചുള്ള ഓഡിറ്റർ ലയബിലിറ്റീസ് ആണ് എന്ത് വിളിക്കുന്നത്? അണ്ടർ സ്റ്റാറ്റ്യൂട്ട് എന്നുള്ള ലയബിലിറ്റീസിൽ വരുന്നത്. അണ്ടർ കോമൺ ലോ എന്ന് പറയുന്ന അത്തരത്തിൽ സ്റ്റാറ്റ്യൂട്ടിൽ സ്ട്രിക്ട്ലി എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്യാത്ത ഓഡിറ്റർ ലയബിലിറ്റീസ് ആണ് എന്ത് വിളിക്കുന്നത്? അണ്ടർ കോമൺ ലോ എന്നുള്ളത് വരുന്നത്. then ഏതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രകാരമുള്ള ഓഡിറ്റർ ലയബിലിറ്റീസ്? സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. It is grouped under 2 heads. 2 ആയിട്ട് തിരിക്കാം. സിവിൽ ലയബിലിറ്റീസ് ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. ഓഡിറ്റർ ലയബിലിറ്റീസിനെ 2ആയി തിരിച്ചിരിക്കുന്നു. സിവിൽ ലയബിലിറ്റീസും ക്രിമിനൽ ലയബിലിറ്റീസും എന്നിങ്ങനെ 2 വിധമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓഡിറ്റർ ലയബിലിറ്റീസിനെ സിവിൽ ലയബിലിറ്റീസ് എന്നും ക്രിമിനൽ ലയബിലിറ്റീസ് എന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഓഡിറ്റർ ലയബിലിറ്റീസിന് സിവിൽ ലയബിലിറ്റീസ് എന്നും ക്രിമിനൽ ലയബിലിറ്റീസ് എന്നും 2ആയി തരംതിരിച്ചിരിക്കുന്നു. സിവിൽ ലയബിലിറ്റീസും ക്രിമിനൽ ലയബിലിറ്റീസും എന്നാണ് 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിലൊന്നാമത് സിവിൽ ലയബിലിറ്റീസ്. സിവിൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റർ ഓഫ് എ കമ്പനി ഷാൾ ബി ഹെൽഡ് ലയബിൾ ടു പേ ഡാമേജ്. അത് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായതിന് ലയബിൾ ആയിരിക്കും എന്ന് മാത്രമാണുള്ളൂ. മറ്റു തരത്തിലുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സിവിൽ ലയബിലിറ്റീസിന്റെ പ്രത്യേകത. അത്തരത്തിലുള്ള സിവിൽ ലയബിലിറ്റീസിൽ വരുന്നതാണ് ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ്, ലയബിലിറ്റി ഫോർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ മിസ്ഫിയൻസൻസ്, then liability for breach of duty. then എന്തൊക്കെയാണ് സിവിൽ ലയബിലിറ്റീസ് എന്നാണ് പറയുന്നത്? ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ്, ലയബിലിറ്റി ഫോർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ മിസ്ഫിയൻസൻസ്, ലയബിലിറ്റി ഫോർ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. then എന്താണ് ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ? അത് ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി, the auditor must exercise reasonable care and skill in the performance of his duties. ആ ഡ്യൂട്ടീസിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അത്തരത്തിൽ ശ്രദ്ധ പുലർത്താതെ വന്നാൽ ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ടു പ്രൊട്ടക്ട് ദിയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കമ്പനി. ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റേഴ്സിനെ നിയമിക്കുന്നത്. അങ്ങനെ വന്നാൽ the civil liabilities of auditor arose out of failure to take reasonable care has been established in several legal decisions. ഓഡിറ്റർ വുഡ് ബി ലാബിൾ. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ ലാബിൾ ആവുന്നുണ്ട്.
for negligence if he does not see articles of association and satisfy himself that accounts drawn up as per are correct thereof and are correct. അക്കൗണ്ട്സ് ഒക്കെ വരച്ചിട്ടുള്ളത് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അനുസരിച്ച് തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഓഡിറ്റർ എന്താണ് ലാബിൾ ഫോർ നെഗ്ലിജൻസിന് എന്താണ് വിധേയമാവാൻ ലാബിൾ ആയിരിക്കും. is liable to compensate the client to loss caused to him. ക്ലയന്റിന് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് ഇയാൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. is liable any damage sustained by a company by reason of his omission to verify the existence of assets stated in the balance. അതേപോലെ തന്നെ he is liable any damage sustained കമ്പനിക്ക് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് വരുന്നതാണെങ്കിൽ by a company by reason of his omission to verify existence of asset അസറ്റിന്റെ എക്സിസ്റ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വെരിഫിക്കേഷൻ നടത്തുന്നതിൽ വീഴ്ച വരുത്തിയാൽ അംശം സംഭവിച്ചാൽ അതിലും ലാബിൾ ആയിരിക്കും ഓഡിറ്റർ. Then the auditor was held guilty of negligence for failure to verify cash balance. Cash balance verify ചെയ്യുന്നതിൽ ഫെയിലർ ആയാൽ ഓഡിറ്റർ എന്താണ് ഗിൽറ്റി ഓഫ് നെഗ്ലിജൻസ് ആണ്, ലാബിൾ ഫോർ നെഗ്ലിജൻസ് ആണ്. ലാബിലിറ്റി ഫോർ നെഗ്ലിജൻസ് എന്ത് ചെയ്യും ഉണ്ടാകും ഓഡിറ്റർക്ക്. അതായത് വെരിഫൈ ചെയ്യുന്നത് അസറ്റിന്റെ എക്സിസ്റ്റൻസ് വെരിഫൈ ചെയ്യുന്നതിൽ ക്യാഷ് ബാലൻസ് വെരിഫൈ ചെയ്യുന്നതിൽ വെച്ച് വരുത്തിയാൽ then auditor liable for any damage sustained by company by reason of falsification through suppression of purchase invoice. പർച്ചേസ് ഇൻവോയ്സിന് മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന അത് ഇത്തരത്തിലുള്ള മറച്ചുവെക്കൽ കണ്ടെത്തുന്നതിൽ ഫെയിലർ ടു ഡിറ്റക്ട് ബൈ ഹിം അത് കണ്ടെത്തുന്നതിൽ അയാൾ പരാജയപ്പെട്ടാലും ഓഡിറ്റർ ലാബിലിറ്റി ഫോർ നെഗ്ലിജൻസ് ആണ്, ലാബിലിറ്റി ആണ്, ഓഡിറ്റർ ലാബിൾ ആയിരിക്കും. ഡിലേ ഇൻ സബ്മിറ്റിംഗ് റിപ്പോർട്ട് ഓഡിറ്റർ മറ്റൊരു ലാബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് വരുന്നതാണ്. ഓഡിറ്റർ ഈസ് ലാബിൾ ഫോർ ഫെയിലർ ടു സബ്മിറ്റ് റിപ്പോർട്ട് ഇൻ ടൈം. ടൈമിൽ എന്ത് ചെയ്യുന്ന റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാതെ വന്നാൽ ലാബിൾ ആയിരിക്കും ഓഡിറ്റർ. ഓഡിറ്റർ ലാബിൾ ആയിരിക്കും ഫെയിലർ ടു സബ്മിറ്റ് റിപ്പോർട്ട് ഇൻ ടൈം. ഓഡിറ്റർ ലാബിൾ ആയിരിക്കും റിപ്പോർട്ട് സമയത്ത് കൊടുക്കാതിരുന്നാൽ ഓഡിറ്റർ ലാബിൾ ആയിരിക്കും. അപ്പോൾ ഓഡിറ്റർ ലാബിൾ ആകുന്ന കേസസ് ഏതൊക്കെയെന്ന് പറഞ്ഞു. ഒന്ന് ഓഡിറ്റർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പരിശോധിച്ചില്ലെങ്കിൽ then auditor liable ആകുന്നത് company omission to verify existence of assets, then failure to verify cash balance, then the suppression of purchase invoice, then delay in submitting report, then auditor is liable also liable for dividend paid out of capital. Dividend capital paid for several years based on financial statement which is erroneously showed profit. അതിൽ തെറ്റായിട്ട് പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടുള്ള ഒന്നിൽ നിന്ന് എന്ത് ചെയ്തു പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയി കൊടുത്തത് പലപ്പോഴും എന്താണ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആയി മാറി. അത്തരത്തിലുള്ള കേസിലും ഓഡിറ്റർ എന്താണ് സിവിൽ ലയബിലിറ്റി ഉണ്ട് ഓഡിറ്റർക്ക്. ഓഡിറ്റർ സിവിൽ ലയബിലിറ്റീസ് ഏതൊക്കെ നമ്മൾ പറഞ്ഞു. ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് ഒന്ന് പറഞ്ഞു. ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് ഒന്നാമത്തെ പറഞ്ഞത് ഓഡിറ്റർ വുഡ് ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പരിശോധിച്ചിട്ടില്ല എങ്കിൽ then പിന്നെന്താണ് പറഞ്ഞത് ഡാമേജ് സസ്റ്റെയിൻഡ് ബൈ എ കമ്പനി ബൈ റീസൺ ഓഫ് ഹിസ് ഒമിഷൻ ടു വെരിഫൈ ദി എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്, then failure to verify the cash balance, then suppression of fact purchase invoice ആയിട്ട് ബന്ധപ്പെട്ട് suppression of fact, suppression of fact, suppression of fact, അതേപോലെ തന്നെ ഓഡിറ്റർ ഫാൾസിഫിക്കേഷൻ ത്രൂ ഡിലേ ഇൻ സബ്മിറ്റ് റിപ്പോർട്ട്, then auditor is liable for dividend paid out of capital. Three cases are liable for negligence ഉണ്ട് auditor liable ആകുന്ന കേസസ്. then അടുത്തത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ മിസ്ഫിയസൻസ്. എന്താ മിസ്ഫിയസൻസ് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ if an auditor of a company does not comply with the provisions of section 227 subsection 2 229 of the Companies Act. ഒരു ഓഡിറ്റർ അയാൾ കമ്പനീസ് ആക്ടിന്റെ 227 സബ്സെക്ഷൻ 2 പ്രകാരമോ 229 പ്രകാരമോ ഉള്ള നടപടി എടുത്തിട്ടില്ല എങ്കിൽ, കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ, പ്രൊവിഷൻസ് അനുസരിച്ചല്ല എങ്കിൽ ഓഡിറ്റർ എന്താണ് ലയബിൾ ഫോർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ലയബിൾ ആണ്. ഓഡിറ്റർ ഈസ് ഗിൽറ്റി ഓഫ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഫോർ ലയബിൾ ബ്ലൈൻഡ്ലി പാസിംഗ് ട്രാൻസാക്ഷൻ വിത്തൗട്ട് ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ.
ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ ഇല്ലാതെ എന്ത് ചെയ്യുന്നു, ബ്ലൈൻഡായി എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ പാസ്സാക്കിയാൽ. ഒരു എക്സാമ്പിൾ പറയാം, മാനേജർ ഓഫ് എ ബാങ്ക് ആൻഡ് ഈസ് റിലേറ്റീവ് ബോറോഡ് ലാർജ് സംസ് ഓഫ് മണി ഫ്രം ബാങ്ക് വിത്തൗട്ട് പ്രോപ്പർ സെക്യൂരിറ്റി, ഓഡിറ്റർ സൈൻഡ് ബാലൻസ് ഷീറ്റ് വിത്ത് വെരിഫിക്കേഷൻ ഓഫ് സെക്യൂരിറ്റി. അതൊരു ബാങ്കിന്റെ മാനേജർ എന്ത് ചെയ്യുന്നു, അയാളെ റിലേറ്റീവ്സിന് വലിയ എമൗണ്ട് ലോൺ കൊടുക്കുന്നു. എങ്ങനെ, മര്യാദയ്ക്കുള്ള സെക്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ. അങ്ങനെ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിന്റെ വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് സൈൻ ചെയ്യുന്നു. അത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അവിടെ സംഭവിക്കുന്നു. ബ്ലൈൻഡ്ലി പാസിംഗ് ട്രാൻസാക്ഷൻ വിത്തൗട്ട് ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ. അത് ഓരോന്നും വേറെ എടുത്തുകൊണ്ടുള്ള വെരിഫിക്കേഷൻ നടത്താതെ എന്ത് ചെയ്യുന്നു, ബ്ലൈൻഡായി ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Auditor is liable for willfully assisting the management for falsification of books of accounts, certifying the balance sheet as true. ഫാൾസിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനും അതുപോലെ ബാലൻസ് ഷീറ്റ് ട്രൂ ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്നതിനും തെറ്റായിട്ടുള്ള വിൽഫുള്ളി മാനേജ്മെന്റിന് അതിനൊക്കെ അസിസ്റ്റ് ചെയ്യുന്നത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റിന് ലാബിളായിരിക്കും. അത്തരത്തിലുള്ള കേസസിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറയും. Auditor is liable for willfully assisting the management for falsification of books of accounts and certifying the balance sheet as true. Then next, auditor has breach of duty ആണ് അടുത്ത് പറയുന്നത്. breach of duty എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ഹാസ് ഫെയിൽഡ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടി ഹോണസ്റ്റ്ലി എന്ത് ചെയ്യുന്നു, ഓഡിറ്റർ അയാൾ ഡ്യൂട്ടി നിർവഹിക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ അത് പെർഫോം ഡ്യൂട്ടിയിലുള്ള ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി എന്ന കേസിലാണ് വരിക. He must be held liable for loss caused to his client and shareholder. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ക്ലയന്റിനും അത് ഷെയർ ഹോൾഡേഴ്സിനും. അയാൾ ഡെലിബറേറ്റ് ആയിട്ടുള്ള മിസ്റ്റീഫാണ്, കുഴപ്പമാണ്, ഡെലിബറേറ്റ്ലി ആണ്, മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ, മനഃപൂർവ്വമുള്ള തെറ്റാണെങ്കിൽ അതിനെന്താണ്, അയാൾ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിക്ക് ലയബിളാണ്. ഓഡിറ്റർ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിക്ക് ലയബിളാണ്. If the auditor has fallen short of his strict duty, he cannot be excused merely because he had displayed his highest degree of care and. അത് ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, അയാളുടെ ജോലിയിൽ വളരെ കെയറും സ്കില്ലും എന്ത് ചെയ്യണം, ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കെയർ ആൻഡ് സ്കിൽ എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം, കാണിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ആവും, ലയബിൾ ആയിരിക്കും. ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി അനുസരിച്ച് ലയബിൾ ആകുന്നതായിരിക്കും. ഓഡിറ്റർ ഫെയിൽ ടു റിപ്പോർട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് സീക്രട്ട് റിസർവ് എക്സിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലൊക്കെ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ദെൻ ക്രിമിനൽ ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ലയബിലിറ്റി അറൈസ് ഔട്ട് ഓഫ് ക്രൈം. നമ്മൾ നേരത്തെ പറഞ്ഞ സിവിൽ ലയബിലിറ്റിയാണ്. അതിന് നഷ്ടം പരിഹാരം കൊടുത്താൽ തീരുന്നതേ ഉള്ളൂ. ഇത് പക്ഷേ പണിഷ്മെന്റ് ക്രിമിനലായിരുന്നെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് തടവ് ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വരും. ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ക്രൈമാണ്. ക്രൈമിൽ നിന്നുണ്ടാകുന്ന ലയബിലിറ്റിയാണ് ക്രിമിനൽ ലയബിലിറ്റി. ഓഡിറ്റർ ഓഫ് കമ്പനി ബിക്കം ക്രിമിനലി ലയബിൾ ഫോർ വേരിയസ് ഒഫൻസസിന് കമ്പനിയുടെ ഓഡിറ്റർ ലയബിൾ ആയിരിക്കും. നോട്ട് ഓൺലി ടു ദി ക്ലയന്റ് ബട്ട് ഓൾസോ ദി സ്റ്റേറ്റ്. ക്ലയന്റിനോട് മാത്രമല്ല രാജ്യത്തോട് തന്നെ എന്താണ് ഉത്തരവാദിത്തമുള്ള കേസാണ് ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്രിമിനൽ ലയബിലിറ്റി അറൈസസ് ഫ്രം ദി എറേഴ്സ് ഇൻ ദി പെർഫോമൻസ് ഓഫ് ഹിസ് ഓഡിറ്റ് സച്ച് ആസ് misrepresentation of facts, falsification of fact, issue of false certificate, destruction of any voucher or document. അത് മിസ്റെപ്രസെന്റേഷൻ, യഥാർത്ഥത്തിലുള്ളത് മറച്ചു വെക്കുക, അതുപോലെ ഫാൾസിഫിക്കേഷൻ, തെറ്റായത് എന്ത് ചെയ്യുക, കൊണ്ടുവരിക, ഇഷ്യൂ ഓഫ് ഫാൾസ് സർട്ടിഫിക്കറ്റ്, ഫാൾസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, ഡിസ്ട്രക്ഷൻ ഓഫ് എനി വൗച്ചർ ഓർ ഡോക്യുമെന്റ്, ഏതെങ്കിലും വൗച്ചറോ ഡോക്യുമെന്റോ ഡിസ്ട്രക്ട് ചെയ്യുക, നശിപ്പിച്ച് കളയുക. ഇത്തരത്തിലുള്ളതാണ് ക്രൈംസിൽ വരുന്നത്. ചില ക്രൈംസിനൊക്കെ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടായിരിക്കും. Then criminal liability, any other act or part of auditor with intent to deceive others. മറ്റൊരാളെ ചതിക്കണം ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഏത് ആക്ടും എന്തിൽ വരും, ഈ ക്രിമിനൽ ലയബിലിറ്റീസിൽ വരും. ഇതിൽ വരുന്ന ടൈപ്സ് നമ്മൾ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിമിനൽ ലയബിലിറ്റീസ്: നോൺ കംപ്ലയൻസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ദി ലോ അണ്ടർ സെക്ഷൻ 233. Then fraudulent concealment under section 68, false statement under section 63, advise the client to commit a criminal offense under section 539. അതേപോലെ തന്നെ നോൺ കംപ്ലയൻസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ദി ലോ, ദെൻ ഫ്രോഡുലന്റ് കൺസീൽമെന്റ്, ഫാൾസ് റിപ്പോർട്ട്, തെറ്റായിട്ട് റിപ്പോർട്ട് കൊടുക്കുക, ദെൻ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ക്രിമിനൽ ലയബിലിറ്റി, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ട് പ്രകാരമുള്ള ക്രിമിനൽ ലയബിലിറ്റി, അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമുള്ള ക്രിമിനൽ ലയബിലിറ്റി. അപ്പോൾ ക്രിമിനൽ ലയബിലിറ്റി
ഈ വിവിധ തരത്തിലുണ്ട്. vulnerability, നോൺ കംപ്ലയൻസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ദി ലോ ഉണ്ട്, ഫ്രോഡ്ലൻഡ് കൺസീൽമെന്റ്. ഒന്നാമത്തെ പറഞ്ഞത് കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള പ്രൊവിഷൻസ് പാലിക്കാതിരുന്നാലുള്ളത്. ഫ്രോഡലന്റ് കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നോൺ കംപ്ലയൻസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് ദി ലോ. ഫ്രോഡ്ലൻഡ് കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ ചതിക്കാൻ വേണ്ടി ഉദ്ദേശത്തോടു കൂടി മറച്ചു വെക്കുന്നത്, ഫാൾസ് റിപ്പോർട്ട്, തെറ്റായിട്ടുള്ള റിപ്പോർട്ടുകൾ എഴുതുന്നത്. അഡ്വൈസ് ടു ക്ലയന്റ് ടു കമ്മിറ്റ് ക്രിമിനൽ ഒഫൻസ്, ക്രിമിനൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അഡ്വൈസ് ചെയ്യുക ക്ലയന്റിന്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഒഫൻസസ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ട് പ്രകാരമുള്ള ഒഫൻസസ് ഉണ്ട്, അണ്ടർ പീനൽ കോഡ് പ്രകാരമുള്ള ഒഫൻസസ് ഉണ്ട്. കമ്പനീസ് ആക്ടിന്റെ കമ്പനി ലോന്റെ വകുപ്പുകൾ പ്രകാരം പാലിക്കാത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ഓരോന്നായിട്ട് നമ്മൾ പറയാം. ദെൻ അണ്ടർ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് പ്രകാരമുള്ള സിവിൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി എന്താന്ന് പറയാം. ചാർട്ടേഡ് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു, ആക്ട് ആസ് എൻ ഓഡിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു കമ്പനിയിൽ, സൈൻ ഡോക്യുമെന്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ ബിക്കം ലയബിൾ ഫോർ ക്രിമിനൽ പ്രോസിക്യൂഷൻ അണ്ടർ സെക്ഷൻ 29 ഓഫ് ദി ചാർട്ടേഡ് അക്കൗണ്ട് ആക്ട് പ്രകാരം എന്താണ് ഇയാൾ പിന്നെ പ്രോസിക്യൂഷന് വിധേയമാകേണ്ടി വരും. The punishment for this act is fine up to ₹1,000 first conviction. Second ആയിട്ട് ചെയ്യുകയാണെങ്കിൽ imprisonment extending 6 months or fine extending 5,000 or both. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം, സബ്സിക്വന്റ് ആയിട്ടുള്ള കൺവിഷന് രണ്ടാമത് വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടി വരും. ഇതുപോലെ തന്നെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും മെമ്പർ എന്ത് ചെയ്യുക, ഗിൽറ്റി ആണെങ്കിൽ അയാളെ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് കൊണ്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുക, വിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റും, അയാൾ മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫോർ 2 years 2 വർഷം വരെ സസ്പെൻഷനിൽ ഇരുത്താൻ പറ്റും. ദെൻ ഇനി അണ്ടർ പീനൽ കോഡ് ഉണ്ട്, നമുക്ക് ലാസ്റ്റ് പറയാത് ഏതൊക്കെയാണ് കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള ചാർജസ് എന്ന് പറയാം. ചാർജസും പണിഷ്മെന്റും കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള ചാർജസും പണിഷ്മെന്റും ആണ് ഈ പറയുന്നതൊക്കെ. മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്, പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെന്റിന് ഇംപ്രിസൺമെന്റ് 2 വർഷം വരെ ഇംപ്രിസൺമെന്റ്, 5,000 ഫൈനും 2 വർഷം വരെ തടവ് ശിക്ഷയും രണ്ടും കൂടി ലഭിക്കാനുള്ള സാധ്യത ഉള്ളതാണ്. fraudulently inducing person to invest money by dishonestly concealing fact, യഥാർത്ഥം മറച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മറ്റൊരാളെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ അത്തരത്തിൽ ഫ്രോഡ്ലൻ്റിലി എന്ത് ചെയ്യുന്നു, ചതിക്കാൻ ഉദ്ദേശത്തോട് കൂടി തന്നെ എന്ത് ചെയ്യുന്നു, ഒരാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കുകയോ ചെയ്താൽ 5 വർഷം വരെ തടവ് ശിക്ഷയും 10,000 രൂപ ഫൈനും ഇത് രണ്ടും കൂടി ലഭിക്കാവുന്നതാണ്. For the failure to assist investigators appointment സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ 6 മാസം വരെ തടവ് ശിക്ഷയും 10,000 രൂപ ഫൈനും രണ്ടും കൂടി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. Then for failure to assist prosecution of guilty officer, ഗിൽറ്റി ആയിട്ടുള്ള ഓഫീസേഴ്സിന്, തെറ്റ് ചെയ്ത ഓഫീസർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു, പ്രോസിക്യൂഷൻ ചെയ്യുന്നതിന് അസിസ്റ്റ് ചെയ്തില്ല എങ്കിലും ഇംപ്രിസൺമെന്റ് 6 മാസവും ഫൈൻ 500 രൂപയും രണ്ടും കൂടി ലഭിക്കാവുന്നതാണ്. നോൺ കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 227 ആൻഡ് സെക്ഷൻ 229 ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലെ 227 229 എന്ത് ചെയ്തിട്ടില്ല, കംപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ 1000 രൂപ ഫൈനാണ്. Falsification of books, destroy, mutilate, alter, falsify or conceal any books at the time of winding up. Winding upന്റെ സമയത്ത് ഏതെങ്കിലും ബുക്സ് എന്ത് ചെയ്യുക, നശിപ്പിക്കുകയോ അതിൽ തെറ്റായ വിവരങ്ങൾ ചേർക്കുകയോ എന്തെങ്കിലും മറച്ചു വെക്കുകയോ ചെയ്താൽ ഇംപ്രിസൺമെന്റ് 7 വർഷം വരെ ഇംപ്രിസൺമെന്റും കൂടാതെ ഫൈനും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. ഗിൽറ്റി ഒഫൻസ് റിലേഷൻ ടു കമ്പനി ആയിട്ടുള്ള ഗിൽറ്റി ഒഫൻസിലൊക്കെ പ്രോസിക്യൂഷൻ അഗൈൻസ്റ്റ് ഓഡിറ്റർ പ്രോസിക്യൂട്ട് ചെയ്യാൻ എന്താണ് കഴിയുന്നതാണ്. Certificate or returns, balance sheet, prospectus, statement or any other document required by the act of for the false material fact, knowing that is false ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, guilty of certificate, return, balance sheet, prospectus, statement or any other document required by the act
ഫോർ ഫാൾസ് മെറ്റീരിയൽ ഫാക്ട് നോയിങ് ടു ബി ഫാൾസ്. ഫാൾസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ അല്ല പ്രോസ്പെക്ടസ് ഒക്കെ സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനും 2 വർഷം വരെ തടവ് ശിക്ഷയും ഫൈനും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞത് കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ ലയബിലിറ്റീസിൻ്റെ ഒഫൻസസ് സ്റ്റേറ്റ്മെന്റ് പ്രോസ്പെക്ടസ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകുന്ന 2 വർഷം തടവ്, ഫ്രോഡ്ലന്റ് ഇൻഡ്യൂസ് ചെയ്യും പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 വർഷം വരെ തടവ്, 10,000 രൂപ ഫൈനും. ദെൻ അസിസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അസിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 6 മാസത്തെ വരെ തടവും 10,000 രൂപ ഫൈനും. പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 6 മാസത്തെ തടവും 500 രൂപ ഫൈനും, 1000 രൂപ ഫൈനും 227, 229 വകുപ്പുകൾ അനുസരിച്ചില്ല എങ്കിൽ പിന്നെ ഫാൾസിഫിക്കേഷൻ വരുത്തി 7 വർഷം തടവ്. ദെൻ പ്രോസിക്യൂഷൻ ഏത് കമ്പനിയുടെ ഏത് കാര്യത്തിനും പ്രോസിക്യൂഷന് വിധേയമാകേണ്ടി വരും. ദെൻ ഇംപ്രിസൺമെന്റ് 2 വർഷം വരെ സർട്ടിഫിക്കറ്റ് നൽകിയതിന്. ബാലൻസ് ഷീറ്റ് പ്രോസ്പെക്ടസ് ഇതൊക്കെ എന്താണ് ഫാൾസ് ആയിട്ട് മെറ്റീരിയൽ ഫാക്ട് നോയിങ് ടു ബി ഫാൾസ് ആയിട്ട് നൽകിയതിന് ഇംപ്രിസൺമെന്റ് 2 വർഷം വരെ ലഭിക്കാനുള്ള കുറ്റകൃത്യമാണ്. ദെൻ അണ്ടർ കോമൺ ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോമൺ ലോ അനുസരിച്ച് നോട്ട് സ്ട്രിക്ട്ലി ഡിഫൈൻ ദി ആക്ട് ഡിഫൈൻ ചെയ്യാത്തതാണ്. ഇത് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഇതാണ് അണ്ടർ കോമൺ ലോ എന്ന് പറയുന്നത്. ദി ലയബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ അണ്ടർ കോമൺ ലോ ഫോർ നെഗ്ലിജൻസ് ഫ്രോഡ് ആർ നോട്ട് സ്ട്രിക്ട്ലി ഡിഫൈൻഡ് ബൈ എനി സ്റ്റാറ്റ്യൂട്ട്. The auditors are held liable for negligence and fraud when they fail to exercise reasonable care, skill in discharging their duties. അവരുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്നതിൽ റീസണബിൾ കെയറും സ്കില്ലും പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഉത്തരവാദിത്വം ഓഡിറ്റർക്കാർക്കും ഓഡിറ്റർ ലയബിൾ ഫോർ ടു പേ ഡാമേജസിന് പേ ചെയ്യേണ്ടി വരും. Negligence part of auditor proved he will liable to pay damage under common law പ്രകാരം. Under Indian Penal Code. Indian Penal Code പ്രകാരം under section 197 of IPC, auditor become punishable if he issue or signs a certificate which by law is admissible in evidence knowing that such certificate is false. സർട്ടിഫിക്കറ്റ് ഫാൾസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് സൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓഡിറ്റർ എന്താണ് പണിഷബിൾ ആണ് അണ്ടർ സെക്ഷൻ 197 ഓഫ് IPC പ്രകാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒഫൻസസ് ഏതൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തത് ലയബിലിറ്റീസ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, സ്റ്റാറ്റ്യൂട്ടും അണ്ടർ കോമൺ ലോയും. സ്റ്റാറ്റ്യൂട്ടറി തന്നെ സിവിൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി പറഞ്ഞു. സിവിൽ ലയബിലിറ്റി തന്നെ ഫോർ നെഗ്ലിജൻസ്, ഫോർ മിസ്ഫിയൻസ് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, ഫോർ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി 3 വിധം ഉണ്ടെന്ന് പറഞ്ഞു. ക്രിമിനൽ ലയബിലിറ്റി നമ്മൾ പറഞ്ഞു നോൺ കംപ്ലയൻസ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്, Companies Act, then fraudulent concealment, false report, adduced to trying to commit a criminal offence under Income Tax Act, under Chartered Accountants Act, under Indian Penal Code. ഇത്രയാണ് എന്ത് ലയബിലിറ്റീസ് ഉള്ളത്. അത് ഓഡിറ്റർ ലയബിലിറ്റീസ് ഇതൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഓഡിറ്റർ ലയബിലിറ്റി എന്ത്? 2 തരത്തിലുള്ള ഓഡിറ്റർ ലയബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. ഓക്കെ.